പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله أكبر الله أكبر الله أكبر. لا إله إلا الله الله أكبر الله أكبر ولله الحمد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഏറ്റവും സന്തോഷത്തിൻ്റെ ഒരു സുദിനത്തിലാണ് നാം ഈ മുസല്ലയിൽ ഒത്തുകൂടിയിരിക്കുന്നത്. 29 ദിവസം പരിശുദ്ധമായ റമദാൻ മാസത്തിലെ നന്മകൾ കരഗതമാക്കാനും അതിൻ്റെ എല്ലാ നന്മകളിലും മുന്നേറാനും പരിശ്രമിച്ചവരാണ് ഞാനും നിങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് എല്ലാ പരിശ്രമവും സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. ഈ ഈദ് സുദിനത്തിൽ നിങ്ങൾക്ക് നൽകാവുന്ന ഏറ്റവും നല്ല ചില ഉപദേശങ്ങളെയാണ് ഈ ഖുതുബയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. പൂർണ്ണമായി കേൾക്കുകയും അതിനനുസരിച്ചുള്ള ഒരു ജീവിത ക്രമീകരണം ഉണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പുകാരനുണ്ടാകുന്ന 2 സന്തോഷത്തെക്കുറിച്ച് പഠിപ്പിച്ചു. ലിസ്സാഇമി ഫർഹത്താൻ, നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ഒന്നാമത്തെ സന്തോഷം ഇൻദൽ ഫിത്രി, നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയ ഈ ഒരു സന്തോഷമാണ്. പുതുവസ്ത്രം ധരിച്ച് തക്ബീർ ധ്വനികൾ മുഴക്കി വീട്ടിൽ നിന്ന് മുസല്ലയിലേക്ക് വന്ന് 2 റക്അത്ത് നിസ്കരിച്ച് വീണ്ടും ഖുതുബകൾ കേട്ട് അങ്ങനെ നന്മകളിൽ മുന്നേറുവാനും ഇനി ഇവിടുന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം പഠിപ്പിക്കുന്ന അതിർവരമ്പുകളിൽ നിന്നുകൊണ്ടുള്ള ഏറ്റവും മഹനീയമായ ആഘോഷത്തിന്റെ ദിവസമാണ് ഇന്നത്തെ ദിവസം. അത് ഒരു സന്തോഷത്തിന്റെ ദിവസമാണ്. എന്നാൽ രണ്ടാമത്തെ ഒരു സന്തോഷം വിശ്വാസികൾക്ക് ലഭിക്കാനുണ്ട്, നോമ്പുകാരന് ലഭിക്കാനുണ്ട്. ആ സന്തോഷം നമുക്ക് ലഭിക്കണമെങ്കിൽ നോമ്പിന്റെ ലക്ഷ്യവും റമദാനിന്റെ ലക്ഷ്യവും നോമ്പിന്റെ തേട്ടവും റമദാനിന്റെ തേട്ടവും നമ്മൾ അനുസരിച്ചുകൊണ്ട് ആ ലക്ഷ്യ പൂർത്തീകരണത്തിലൂടെ ജീവിതത്തിന്റെ അവസാനം വരെ ഹത്താ യഅതിയൽ യഖീൻ, മരണം വരെ നമ്മുടെ ഈ ഒരു തഖ്വയും അതുപോലെ തന്നെ സൂക്ഷ്മതയും നാം പാലിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ, റബ്ബിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ മാത്രമേ രണ്ടാമത്തെ സന്തോഷം നമുക്ക് ലഭിക്കുകയുള്ളൂ. നോമ്പിന്റെ ലക്ഷ്യം ലഅല്ലക്കും തത്തഖൂൻ, റമദാനിന്റെ ലക്ഷ്യം സൂക്ഷ്മത പാലിക്കലാണ്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ജീവിതമാണ്, അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ്. അങ്ങനെ മനസ്സിനെ സംസ്കരിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അത്തഖ്വ ഹാഹുന, ഇവിടെയാണ് തഖ്വയുള്ളത്, ഇവിടെയാണ് തഖ്വയുള്ളത്. ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തഖ്വ ഇവിടെയാണുള്ളത് എന്ന് പറയുമ്പോൾ സഹോദരിമാരെ നമ്മൾ എല്ലാവരും പരിശ്രമിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിന്റെ സംരക്ഷണത്തിനും നമ്മുടെ ഹൃദയത്തിന്റെ പരിശുദ്ധിക്കും വേണ്ടിയാകണം എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, അയ്യുന്നാസി അഫ്ളൽ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ ആരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സദൂഖുൽ ലിസാൻ കുല്ലു മഖ്മൂമുൽ ഖൽബ് വസദൂഖുൽ ലിസാൻ, സത്യം പറയുന്ന നാവുള്ള സത്യസന്ധനായവനും സദൂഖുൽ ലിസാൻ എന്ന് പറഞ്ഞ് സത്യസന്ധനായ മനുഷ്യനാണ് എന്നും അതോടൊപ്പം കുല്ലു മഖ്മൂമുൽ ഖൽബ്, എല്ലാ മഖ്മൂമുൽ ഖൽബും ഉള്ള ആളുകൾ അവരാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരെന്ന് പ്രവാചകൻ പഠിപ്പിച്ചപ്പോ സഹാബത്ത് ചോദിക്കുകയാണ്, വമാ മഖ്മൂമുൽ ഖൽബ് യാ റസൂലല്ലാഹ്, എന്താണ് മഖ്മൂമുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ പ്രവാചകനെ നമുക്ക് പഠിപ്പിച്ചു തന്നാലും. കാരണം സദൂഖുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സത്യം പറയുന്നവനായിരിക്കണം, സത്യസന്ധനായിരിക്കണം. അത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് സൂചിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണ് മഖ്മൂമുൽ ഖൽബ്?
പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്നു, അസൂയയില്ലാത്ത, ദേഷ്യമില്ലാത്ത, മറ്റുള്ളവരോട് പകയോ വിദ്വേഷമോ ഒന്നുമില്ലാത്ത, അങ്ങനെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന, റബ്ബിന്റെ വിധിവിലക്കുകൾ അനുസരിക്കുന്നവനാണ് മഹ്മൂമുൽ ഖൽബ് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരായത്തുണ്ട്. ഈ ജീവിതം വളരെ ചുരുങ്ങിയ ജീവിതമാണ്. ഈ ജീവിതം നമ്മൾ റമളാനിലേക്ക് പ്രവേശിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് ഈ റമളാൻ നമ്മിൽ നിന്ന് കടന്നു പോകുമെന്ന് നാം വിചാരിച്ചില്ല. ഇന്നലകളിൽ തുടങ്ങിയ റമളാൻ എന്ന് നമ്മുടെ മനസ്സിൽ പലപ്പോഴും ഇങ്ങനെ തേട്ടി വരുന്നതാണ്. എത്ര പെട്ടെന്നാണ് ഈ റമളാൻ കടന്നുപോയത്. സഹോദരങ്ങളെ, ഈ റമളാൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത്, ഈ റമളാൻ കടന്നുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആയുസ്സും തീരും. ആ ആയുസ് തീർന്ന് നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സമാധാനമടഞ്ഞ ഹൃദയത്തോടുകൂടി, ശാന്തിയടഞ്ഞ ഹൃദയത്തോടുകൂടി, പരിശുദ്ധമായ ഹൃദയത്തോടുകൂടി ആ റബ്ബിന്റെ കോടതിയിൽ വന്നിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ സമ്പത്ത് ഉപകരിക്കില്ല, നമ്മുടെ മക്കൾ ഉപകരിക്കില്ല, നമ്മുടെ ഭാര്യമാർ ഉപകരിക്കില്ല, നമ്മുടെ കുടുംബക്കാർ ഉപകരിക്കില്ല, നമ്മുടെ ബിസിനസ് ഉപകരിക്കാത്ത ആ ലോകത്ത് കൽബ് സലീമായി കൊണ്ട് റബ്ബിന്റെ മുന്നിൽ എത്തി നിന്നാൽ മാത്രമേ നമുക്ക് വിജയം ലഭിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ, ആ രൂപത്തിൽ റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ ഈ റമളാനിൽ നേടിയ തഖ്വയും ഈ റമളാനിൽ നേടിയ ചൈതന്യവും നിലനിർത്തണേ എന്നതാണ് ഒന്നാമതായി നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. അങ്ങനെ നിലനിർത്തി മരണം വരിക്കുന്നവർക്ക് മാത്രമേ രണ്ടാമത്തെ സന്തോഷം ലഭിക്കുകയുള്ളൂ. എന്താണ് ആ രണ്ടാമത്തെ സന്തോഷം? രണ്ടാമത്തെ സന്തോഷം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇദാ ലഖിയ റബ്ബഹു ഫരിഹ ബിസൗമിഹി, അവൻ നോമ്പെടുത്തതിന്റെ കാരണത്താൽ റബ്ബിനെ കണ്ടുമുട്ടുന്ന ആ ഒരു സുദിനമുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ സന്തോഷം. സ്വർഗ്ഗനിവാസികൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്നാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി അധികരിച്ചു വേണമോ? സ്വർഗത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്നാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി അധികരിച്ചു വേണമോ? എല്ലാവരും പറയും സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ അത്ര വലുതാണ്, ഒമ്പിച്ച അനുഗ്രഹങ്ങളാണ്. ആകാശഭൂമികളോളം വിശാലമായ ആ സ്വർഗം, ആ സ്വർഗത്തിൽ 100 ദറജകൾ, ഓരോ ദറജകൾക്കിടയിലുമുള്ള വ്യത്യാസം ആകാശഭൂമികളോളം ഉള്ള വ്യത്യാസം, അങ്ങനെയുള്ള 100 ദറജകൾ, അങ്ങനെ പ്രവിശാലമായ സ്വർഗത്തിൽ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന, മനസ്സാഗ്രഹിക്കുന്നതെന്തും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗത്തിൽ അള്ളാഹു ചോദിക്കുകയാണ്, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അധികരിച്ചു വേണമോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗ്ഗനിവാസികൾ പറയുന്നു എന്ന് പറയോ, അലം തുബയ്യിദ് വുജൂഹന, അല്ലാഹുവേ നീ ഞങ്ങളുടെ മുഖത്തെ പ്രകാശിപ്പിച്ചില്ല റബ്ബേ, വതുനജ്ജിനാ മിനന്നാർ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിച്ചില്ല റബ്ബേ. ഇനി എന്താണ് നമുക്ക് അധികരിച്ച് കിട്ടാനിരിക്കുന്നത്? ഇത്രയും വലിയ പ്രവിശാലമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയും അതിലുള്ള അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുക എന്നത് തന്നെ വമ്പിച്ച അനുഗ്രഹമാണ്. ഇതിനപ്പുറം എന്താണ് കിട്ടാനുള്ളത് എന്ന് വിശ്വാസികൾ ചോദിക്കുമ്പോൾ, സ്വർഗനിവാസികൾ ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ വമ്പിച്ചതായ ഒരു പ്രതിഫലം, ഒരു അനുഗ്രഹം അവിടെ നൽകുകയാണ്. ഫയക്ഷിഫുൽ ഹിജാബ്, അടിമയും ഉടമയും തമ്മിലുള്ള ആ ഒരു മറയെ നീക്കിക്കൊണ്ട് റബ്ബിനെ, പൂർണ്ണചന്ദ്രനെ കാണുന്നത് പോലെ റബ്ബിനെ കണ്ടുമുട്ടുന്ന ആ ഒരു സുദിനം, അതിലാണ് രണ്ടാമത്തെ സന്തോഷമുള്ളത്. സഹോദരന്മാരെ, സഹോദരിമാരെ, ആ സന്തോഷം നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ ഈ റമളാനിന്റെ ചൈതന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. നമ്മളുടെ ഇനിയുള്ള ആയുസ് നമ്മൾ ആ റമളാനിന്റെ ചൈതന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം. ഇനി ഒരു റമളാൻ നമുക്ക് ലഭിക്കുമോ എന്ന് എനിക്കറിയില്ല, നമുക്കറിയില്ല, നമുക്കാർക്കും ഉറപ്പില്ലാത്തൊരു കാര്യമാണ് ഇനി ഒരു റമളാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുമോ എന്നത്. റമളാനിലേക്ക് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരുപക്ഷെ അടുത്ത വർഷം നമുക്ക് ആയുസ്സില്ല എങ്കിൽ അടുത്ത റമളാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധ്യമല്ല. അടുത്ത വർഷം ഇവിടെ ഉണ്ടെങ്കിൽ റമളാൻ ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. പക്ഷേ റമളാനിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുമോ എന്നത് നമുക്കാർക്കും ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു സംഭവമാണ്. അതുകൊണ്ട് ആ റമളാനിന്റെ ചൈതന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം ഇനിയുള്ള അങ്ങോട്ടുള്ള ജീവിതങ്ങൾ എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം നാം ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു, ഒരുപാട് സദഖകൾ ചെയ്യാൻ ശ്രമിച്ചു, രാത്രി നിസ്കരിച്ചു, നോമ്പ് നോറ്റു, മറ്റുള്ള ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് അവരുടെ പ്രയാസങ്ങളെ അകറ്റാൻ സക്കാത്തുകൾ നൽകി, അവർക്ക് ഭക്ഷണങ്ങൾ നൽകി, നോമ്പ് തുറപ്പിച്ചു, പള്ളിയിൽ എത്തിക്കാത്തിരുന്നു. ഒരുപാട് നന്മകളിൽ പ്രവേശിക്കാൻ കഴിഞ്ഞ ഒരു മാസക്കാലം നാം പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം റബ്ബ് സ്വീകരിക്കും എന്ന് നിർവൃതി അറിഞ്ഞുകൊണ്ട് ഇരിക്കേണ്ടവരല്ല നമ്മൾ.
എല്ലാം അള്ളാഹു സ്വീകരിച്ചുകൊള്ളും എന്ന് പറഞ്ഞ് നമ്മൾ അടങ്ങി ഒതുങ്ങിയിരിക്കേണ്ടവരല്ല. മറിച്ച് അള്ളാഹുവെ നീ ഇത് സ്വീകരിക്കണേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനകളാണ് ഇനി ഉയരേണ്ടത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു കൽപ്പിച്ചതാണ് കഅബ പുതുക്കി പണയാൻ. വഇദ് അർഫഉ ഇബ്രാഹിമൽ ഖവാഇദ എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഭവത്തെ ഓർമ്മപ്പെടുത്തിയപ്പോൾ ആ മഹനീയമായ കർമ്മം ചെയ്തിട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാമും പ്രാർത്ഥിച്ചതെന്തെന്നറിയോ? റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ചെയ്ത കർമ്മം പോലും റബ്ബേ നീ സ്വീകരിക്കണേ എന്ന, ന്യൂനതകൾ മായ്ച്ചു കളയണേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ഉയർന്നിട്ടുണ്ട് എങ്കിൽ സഹോദരന്മാരെ, നമ്മുടെ പ്രാർത്ഥനകൾ ഇനിയുള്ള അങ്ങോട്ടുള്ള ഓരോ പ്രാർത്ഥനാ വേളകളിലും റബ്ബേ നീ എന്റെ നോമ്പ് സ്വീകരിക്കണേ, റബ്ബേ നീ എന്റെ രാത്രി നമസ്കാരം സ്വീകരിക്കണേ, റബ്ബേ നീ എന്റെ ഖുർആൻ പാരായണം സ്വീകരിക്കണേ, റബ്ബേ നീ എന്റെ സുദഖകളെ സ്വീകരിക്കണേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ഉയരേണ്ട സമയങ്ങളാണ് എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. സഹാബത്ത് 6 മാസക്കാലം റമദാൻ കഴിഞ്ഞാൽ റബ്ബേ നീ സ്വീകരിക്കണേ എന്ന പ്രാർത്ഥനകൾ നടത്തിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഇനി മറ്റൊരു വിഷയം, മൂന്നാമത്തത് തുടർച്ചയുണ്ടാകണം. റമദാനോടുകൂടി അവസാനിച്ചിട്ടില്ല ഇബാദത്തുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശവ്വാലിലുമുണ്ട്. റമദാനിന്റെ റബ്ബ് തന്നെയാണ് ശവ്വാലിന്റെയും റബ്ബ്. അതുകൊണ്ട് സുബഹി നിസ്കാരത്തിന് റമദാനിന്റെ ദിനരാത്രങ്ങളിൽ മറ്റു ഇബാദത്തുകളിൽ നമ്മൾ എങ്ങനെ കഴിഞ്ഞുകൂടിയോ, സുബഹിന്റെ വിഷയത്തിൽ എത്ര ശ്രദ്ധിച്ചുവോ, മറ്റു നിസ്കാരത്തിന്റെ വിഷയത്തിൽ എത്ര കണ്ട് നമ്മൾ കണിശത പാലിച്ചുവോ, അതേ കണിശതയോടുകൂടി ഇനിയുള്ള ദിവസങ്ങളിൽ നിസ്കാരത്തിന്റെ വിഷയത്തിൽ പ്രത്യേകിച്ചും നാം ആ കണിശത കാണിച്ചുകൊണ്ട് നിസ്കാരത്തിന്റെ വിഷയത്തിൽ പുരുഷന്മാർ പ്രത്യേകിച്ച് ജമാഅത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് എല്ലാ നിലക്കും നന്മകളിൽ ായി നമ്മൾ മാറേണ്ടതുണ്ട്. നമ്മൾ പല ശീലങ്ങളും റമദാനിൽ തുടങ്ങി വെച്ചു. ഖുർആൻ പാരായണങ്ങൾ നമ്മൾ തുടങ്ങി വെച്ചു, രാത്രി നിസ്കാരങ്ങൾ തുടങ്ങി വെച്ചു. ആ നിസ്കാരങ്ങളും ഖുർആൻ പാരായണങ്ങളും ഇനിയുള്ള ദിവസങ്ങളിലും തുടർത്തി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. കുറച്ചെങ്കിലും ആ കുറച്ച് കാര്യങ്ങളെങ്കിലും ആ കുറച്ച് നന്മകളെങ്കിലും നമ്മൾ റമദാനിൽ ചെയ്തത് അത്രയും ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഒരു 3 റക്അത്ത് രാത്രി നിസ്കരിക്കാൻ, ഒരു 2 പേജോ 1 പേജോ ഇനിയുള്ള ദിവസങ്ങളിൽ പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചല്ലോ, എന്താണ് ഏറ്റവും അല്ലാഹുവിനേറെ ഇഷ്ടമുള്ള കർമ്മങ്ങൾ ഏത് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയത് അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അല്ലാഹുവിനേറെ ഇഷ്ടമുള്ള കർമ്മം എന്തെന്നറിയോ? അദ്വമുഹാ വഇൻ ഖല്ല, കുറച്ചാണെങ്കിലും അത് നിരന്തരം ചെയ്യുന്ന നന്മകളാണ് അല്ലാഹുവിന് ഏറെ ഇഷ്ടമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നാം ചെയ്ത, നാം പഠിച്ച, നാം പ്രാവർത്തികമാക്കിയ, നാം ശീലിച്ച നന്മകൾ, റമദാനിൽ തുടങ്ങി വെച്ച നന്മകൾ ഇനിയും തുടർത്തി കൊണ്ടുപോകാൻ സഹോദരന്മാരെ, സഹോദരിമാരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊരു വിഷയം നിങ്ങളെ സൂചിപ്പിക്കാനുള്ളത്, ഈ റമദാൻ അവസാനിച്ചതുകൊണ്ട് നമ്മുടെ തിന്മകളിലേക്ക് ഇനി തിരിച്ചു പോകാമെന്നല്ല. ഷാബാനിൽ പലതും നമ്മൾ ചെയ്തിരുന്നു. റമദാനിന്റെ പകലിൽ അനുവദനീയമായതുപോലും നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഭക്ഷണവും വെള്ളവും നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു, നമ്മുടെ ഭാര്യമാർ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. എന്നിട്ടും അള്ളാഹു പറഞ്ഞതിന്റെ പേരിൽ അനുവദനീയമായതുപോലും റമദാനിന്റെ പകലിൽ നമ്മൾ മാറ്റി നിർത്താൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ, ഹറാമെന്ന് അള്ളാഹു പഠിപ്പിച്ച, പ്രവാചകൻ പഠിപ്പിച്ച, ചെയ്യരുത് എന്ന് പറഞ്ഞ, അടുക്കരുത് എന്ന് പറഞ്ഞ തിന്മകളിൽ നിന്ന് പൂർണ്ണമായി വിരാമം കുറിക്കാൻ, അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങാൻ നമുക്കിനിയും സാധിക്കണം. ഇനി ആ തെറ്റിലേക്ക് ഇനിയില്ല, ആ തെറ്റിലേക്ക് ഇനി ഞാനില്ല, എന്റെ ജീവിതത്തിൽ ഇനി ആ തെറ്റുണ്ടാവുകയില്ല എന്ന് തീർച്ചപ്പെടുത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കണം. വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങൾ ബാത്തിലാക്കി കളയരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം മറ്റൊരു വിഷയം, റമദാനിന്റെ തുടക്കത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതാകും ശഹ്റു റമദാൻ, റമദാൻ മാസം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ശഹ്റുൻ മുബാറകുൻ, ബറക്കത്തുള്ള മാസം എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് നന്മകളെ കുറിച്ച്, ഒരുപാട് ഫضലുകൾ, ശ്രേഷ്ഠതകൾ ആ റമദാനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പിശാചുക്കളെ കെട്ടിയിട്ട മാസമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചപ്പോ, സഹോദരന്മാരെ, റമദാൻ അവസാനിച്ചു, പിശാചുകളെ പുറത്തു വിട്ടിരിക്കുകയാണ്, തുറന്നു വിട്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഇനി ആ പിശാചുക്കളെ ബന്ധനസ്ഥനാക്കാൻ നമ്മളാണ് പരിശ്രമിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയ ഒരു വിഷയമുണ്ട്. ആദമിനെ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് പിശാച് ധിക്കരിച്ചുകൊണ്ട് അഹങ്കാരം നടിച്ച് പിന്തിരിഞ്ഞു മാറിയതും, അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ശപിച്ചതും അതുകൊണ്ടാണ്.
മനുഷ്യരെ ആദരിച്ചതിന്റെ പേരിൽ പിശാച് അഹങ്കാരം നടിച്ചു. ആ പിശാചിനെ നമ്മൾ ഇന്ന് അനുസരിക്കുന്ന കോലമാണ് എങ്കിൽ എത്ര ദുർബലന്മാരാണ് നമ്മൾ. നമ്മളെ ആദരിച്ചതിന്റെ പേരിൽ, നമ്മെ ആദരിക്കാൻ വേണ്ടി പറഞ്ഞതിന്റെ പേരിൽ അഹങ്കാരം നടിച്ച് പിന്തിരിഞ്ഞു മാറിയ ആ പിശാചിനെ അനുസരിക്കാനാണോ നമ്മൾ തയ്യാറാകുന്നത് എങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ പേടിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് അശ്ശൈത്താനു യഇദുകുമുൽ ഫഖറ വയഅമുറുകുമുൽ ഫഹ്ശാ യഅമുറുകും ബിൽ ഫഹ്ശാ. നിങ്ങൾക്ക് ദാരിദ്ര്യത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കാൻ പിശാച് കടന്നു വരും. റമളാൻ കഴിഞ്ഞല്ലോ, ഇനി കച്ചവടവും മറ്റു ബിസിനസിന്റെ മേഖലകളിലേക്ക് ഇറങ്ങാം, തൽക്കാലം വിവാദത്തുകളൊക്കെ നിർത്തിവെക്കാം എന്ന് പറഞ്ഞ് പിശാചുക്കൾ കടന്നു വരും. ഇനി ലൊഹറല്ലേ, ഇനി റമളാൻ കഴിഞ്ഞില്ലേ, ഇനി ജമാഅത്തിലൊന്നും പങ്കെടുക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് പിശാച് കടന്നു വരും. സഹോദരന്മാരെ, കരുതിയിരിക്കണം. നമ്മുടെ പ്രയാസങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടും തിന്മകൾ മനസ്സിൽ പഠിപ്പിച്ചുകൊണ്ടും തിന്മകൾ മനസ്സിൽ തോന്നിപ്പിച്ചുകൊണ്ടും പിശാച് കടന്നു വരും എന്ന് അല്ലാഹു പറഞ്ഞതാണ്. അത് സത്യമാണ്. അതുകൊണ്ട് ആ പിശാചിനെ കരുതിയിരിക്കാനും ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വ, നിങ്ങൾ ആ പിശാചുക്കളെ നിങ്ങൾ ശത്രുവായി തന്നെ കാണണം എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുമ്പോൾ സഹോദരന്മാരെ, പിശാചുക്കളെ കരുതിയിരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊരു വിഷയം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇത് ആഘോഷത്തിന്റെ സുദിനമാണ്. ഇത് ആഘോഷത്തിന്റെ സുദിനമാണ്. വിശ്വാസികൾ ഇന്ന് ആഘോഷിക്കണം. ഇസ്ലാം പഠിപ്പിക്കുന്ന അതിർവരമ്പുകളിൽ നിന്നുകൊണ്ട് ആഘോഷിക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാ നിലക്കും ഇസ്ലാം അനുവദിച്ച ആഘോഷങ്ങൾ, യാത്രകളാകാം, വിനോദങ്ങളാകാം, മറ്റു ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിലുള്ള എല്ലാ വിധത്തിലുള്ള ആഘോഷങ്ങൾ നമുക്ക് ഇന്ന് ആഘോഷിക്കേണ്ട സുദിനമാണ്. പക്ഷേ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ടാകരുത്. ഇന്ന് ആഘോഷങ്ങൾ ലഹരിയില്ലാത്ത, ആഘോഷമില്ലാത്ത അവസ്ഥയിലേക്ക്, അത് ചിന്തിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ആളുകൾ മാറിയിട്ടുണ്ട്. MDMA പോലെയുള്ള മറ്റു കഞ്ചാവുകൾ പോലെയുള്ള വ്യാപകമായി ഇന്ന് കഞ്ചാവും അതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ലഹരി പദാർത്ഥങ്ങളിൽ അതൊരൽപ്പമാണെങ്കിൽ പോലും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാ അസ്കറ കസീറഹു വഖലീലുഹു ഹറാം. അത് കുറച്ചാകട്ടെ കൂടുതലാകട്ടെ എത്രയാണെങ്കിലും അതിന്റെ അളവിലല്ല, അത് ഹറാമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സിഗരറ്റ് വലി, അതുപോലെയുള്ള MDMA കഞ്ചാവ് വലിക്കുന്ന ചെറുപ്പക്കാരെ ഇന്ന് സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെടുമ്പോൾ, ബോർഡുകൾ സ്ഥാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സഹോദരന്മാരെ, വീട്ടിൽ കയറ്റാൻ പേടിയുള്ള ഉമ്മമാർ, വാപ്പമാർ ജീവിച്ചിരിക്കുന്ന മക്കളുടെ വിഷയത്തിൽ വീട്ടിൽ വന്നാൽ ഒരു നിർഭയത്വം ലഭിക്കുമെന്ന് കരുതിയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് അവൻ വീട്ടിലേക്ക് വന്നാൽ ഇനി എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നറിയാത്ത രൂപത്തിൽ വീട്ടിൽ കയറി, മകൻ വീട്ടിലേക്ക് റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ പുറത്തുനിന്ന് ലോക്ക് ചെയ്യുന്ന മാതാപിതാക്കളുള്ള ഈ ഒരു സാഹചര്യത്തിൽ സഹോദരന്മാരെ, പൂർണ്ണമായി ലഹരി മുക്തമായ ഒരു നാടായിരിക്കണം നമ്മുടെ നാട്. നമ്മുടെ മക്കളെ അതിനുവേണ്ടിയുള്ള തർബിയത്തുകൾ നൽകണം, നമ്മുടെ മക്കളെ അതിനുവേണ്ടി ഉപദേശിക്കണം. ആ മക്കൾക്ക് നല്ല രൂപത്തിലുള്ള ഇസ്ലാമിക അന്തരീക്ഷം നമ്മൾ നൽകാൻ നമുക്ക് സാധിക്കണം. ആ രൂപത്തിൽ ഏറ്റവും മഹനീയമായ രൂപത്തിൽ ഈ ആഘോഷത്തെ ആഘോഷിക്കാൻ നമുക്ക് സാധിക്കണം. തിയേറ്ററിലേക്കല്ല, നൈറ്റ് ക്ലബിലേക്കല്ല, മറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്ന അതിർവരമ്പുകൾ പാലിച്ചുകൊണ്ട് ആഘോഷിക്കാൻ നമുക്ക് സാധിക്കണം. കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരികയാണ്, തിന്മകൾ വർദ്ധിച്ചു വരികയാണ്, എല്ലാവിധ മോശത്തരങ്ങളും ഇന്ന് ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. സഹോദരങ്ങളെ, മുസ്ലിമിന്റെ ട്രെൻഡ് അത് ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്. മുസ്ലിമിന്റെ ട്രെൻഡ് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ഇസ്ലാമിന്റെ ട്രെൻഡ് പ്രവാചകൻ പഠിപ്പിച്ചതാണ്. ഇസ്ലാമിന്റെ ട്രെൻഡ് അത് സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഒരു പുരോഗമനമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന കഞ്ചാവിലേക്ക്, പെണ്ണിലേക്ക്, ലഹരി പദാർത്ഥങ്ങളിലേക്ക്, സിനയിലേക്ക്, വ്യഭിചാരത്തിലേക്ക്, തോന്നിവാസത്തിലേക്കല്ല ഒരു മുസ്ലിമിനെ നടക്കേണ്ടത്. മറിച്ച് അള്ളാഹുവിന്റെ കലാം എന്ത് പഠിപ്പിച്ചുവോ, പ്രവാചകൻ ഇത് ഏത് മാർഗമാണോ പഠിപ്പിച്ചത്, ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് ഇസ്സത്ത് ലഭിക്കുക, പാരത്രിക ലോകത്ത് വിജയം ലഭിക്കുക. അവിടെ വിജയം ലഭിക്കലാണ് നമ്മുടെ രണ്ടാമത്തെ സന്തോഷം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആറാമത്തത്, എല്ലാത്തിനേക്കാളും മുഖ്യമായ ഒരു വിഷയം, നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഈ ഈദ് മുസല്ലയിലേക്ക് വന്നപ്പോൾ തക്ബീർ ധ്വനികളുമായി കൊണ്ടാണ് വന്നത്. നമ്മുടെ നാവുകളിൽ തക്ബീർ മൊഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.
3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത്തത് അല്ലാഹു അക്ബർ. എനിക്ക് എന്റെ ഉമ്മയേക്കാൾ, എനിക്ക് എന്റെ ഉപ്പയേക്കാൾ, എനിക്ക് എന്റെ ബിസിനസിനേക്കാൾ, എനിക്ക് എന്റെ മക്കളെക്കാൾ, എനിക്ക് എന്റെ വിഭവങ്ങളെക്കാൾ ഏറ്റവും വലുത് എന്റെ റബ്ബാണ്. എന്റെ മനസ്സിന്റെ ഇച്ഛയേക്കാൾ എനിക്കേറെ പ്രിയം അള്ളാഹുവാണ്. അതുകൊണ്ട് എന്റെ മനസ്സിന്റെ ഇച്ഛയ്ക്ക് പിന്നാലെയല്ല ഞാൻ പോകുന്നത്, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് പിന്നാലെയായിരിക്കണം നമ്മുടെ യാത്ര. അതുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് നാവ് കൊണ്ട് മൊഴിഞ്ഞാൽ പോരാ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവാണ് വലിയവൻ എന്ന് പറയുമ്പോൾ അള്ളാഹു ഹറാമാക്കിയതിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവാണ് വലിയവൻ എന്ന് പറയുമ്പോൾ അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ല, ഒരു ദൈവവുമില്ല, ഒരു ഔലിയാക്കളുമില്ല, ഒരു അമ്പിയാക്കളുമില്ല. ആ പ്രാർത്ഥന അള്ളാഹുവിന് മാത്രമാണ്. ഔലിയാക്കളുണ്ട്, അമ്പിയാക്കന്മാരുണ്ട്, അവരോട് സ്നേഹമുണ്ട്, അവരോട് ബഹുമാനമുണ്ട്. പക്ഷേ അവരെ ആരാധിക്കുകയില്ല, അവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല. റബ്ബിനോട് മാത്രമാണ് എന്റെ തേട്ടം, എന്റെ സുജൂദ്, എന്റെ നേർച്ച, എന്റെ വഴിപാടുകൾ എല്ലാം എന്റെ റബ്ബിനോട് മാത്രം എന്ന് തീരുമാനിക്കുന്നിടത്താണ് നമുക്ക് വിജയം ലഭിക്കുക. വലില്ലാഹിൽ ഹംദ്, എനിക്ക് എന്റെ എല്ലാ സുഖങ്ങളും നൽകിയ, എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ എന്റെ റബ്ബിന് സർവസ്തുതിയും എന്ന് പറയുന്ന വാചകങ്ങളാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. അതുകൊണ്ട് ആ തക്ബീർ ധ്വനികൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ്. നാവ് കൊണ്ട് ഉരുവിടാൻ മാത്രമല്ല, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അല്ലാഹു അക്ബർ എന്ന് മൊഴിയുമ്പോൾ അത് അല്ലാഹു അക്ബർ എന്ന് ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ സഹോദരന്മാരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ നോമ്പുമായി ബന്ധപ്പെട്ട 2 ആയത്തുകൾ പറയുന്നതിനിടയിൽ അല്ലാഹു സൂചിപ്പിച്ച ഒരു ആയത്തുണ്ട്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എന്റെ അടിമ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കൂ, സമീപസ്ഥനാണ്. അല്ലാഹു സമീപസ്ഥനാണ്. وإذا سألك عبادي أني فإني قريب أجيب دعوة الداعي إلى دعاني فليستجيبوا لي وليؤمنوا بي لعلكم يرشدون. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്ലാഹുവിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കൂ, അവൻ ഉത്തരം ചെയ്യും എന്ന് അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ സഹോദരന്മാരെ, തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമായിരിക്കണം മരണം വരെ ഉണ്ടാകേണ്ടത്. ശിർക്കുണ്ടോ, ശിർക്ക് കടന്നു വന്നിട്ടുണ്ടോ നമ്മുടെ വിശ്വാസത്തിൽ എവിടെയെങ്കിലും ബദരീങ്ങളെ രക്ഷിക്കണേ, മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ഹോജ ബീബി തങ്ങളെ രക്ഷിക്കണേ, അതുപോലെ തന്നെ മമ്പുറത്ത് തങ്ങളെ രക്ഷിക്കണേ, ഭീമാപള്ളി ഉമ്മച്ച രക്ഷിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു തേട്ടം വന്നു കഴിഞ്ഞാൽ അല്ലാത്ത ആളുകൾ നമ്മുടെ രോഗം ശിഫയാക്കും, നമ്മുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കും, കുട്ടിയെ നൽകാൻ അവർക്ക് നൽകും എന്നുള്ള വിശ്വാസങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ സഹോദരന്മാരെ, 10-18 പ്രവാചകന്മാരെ എണ്ണി പറഞ്ഞതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത് അവരുടെ സർവ്വ കർമ്മങ്ങളും ബാത്തിലായി പോകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഓർമ്മപ്പെടുത്തി, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. പ്രവാചകരെ, താങ്കൾ എങ്ങാനുമാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിൽ താങ്കളുടെ മുഴുവൻ കർമ്മങ്ങളും ബാത്തിലായി പോകുമെന്ന് പ്രവാചകനെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ശിർക്ക് ഉണ്ടാകാൻ പാടില്ല. ശിർക്ക് നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ നാവുകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്നത് ഈ ഈദ് സുദിനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശമായി നിങ്ങളെ ഉപദേശിക്കുകയാണ്. അതോടൊപ്പം നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ്, നമ്മൾ ഇന്ന് സന്തോഷിക്കുകയാണ്. പുതുവസ്ത്രം ഉപയോഗിച്ച്, പുതുവസ്ത്രം അണിഞ്ഞ്, അതുപോലെ തന്നെ വീട്ടിൽ ഭക്ഷണങ്ങൾ, വിഭവങ്ങളായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി, ഇറച്ചികൾ വെച്ച് അത് ആഘോഷിക്കാനുള്ള തിരക്കിലാണ് ഇനി നമ്മൾ അങ്ങോട്ടുള്ളത്. എന്നാൽ ആഘോഷിക്കാൻ സാധിക്കാത്ത ഒരു ജനത അപ്പുറത്തുണ്ട്. ആഘോഷിക്കാൻ കഴിയാത്ത വേദനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനതയെ നമ്മൾ മറക്കരുത്. ഫലസ്തീനിലെ മക്കളെ, ഫലസ്തീനിന്റെ മുസ്ലിമീങ്ങളെ നമ്മൾ മറക്കാൻ പാടില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ സമാധാനത്തിന്, അവരുടെ ഐശ്വര്യത്തിന്, അവർക്ക് വിജയം ലഭിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, ആ ജനതയെ നീ സംരക്ഷിക്കണേ. ആ ഫലസ്തീനിലെ മക്കളെ നീ സമാധാനത്തോടു കൂടി കിടന്നുറങ്ങുന്ന ഒരു രാത്രി അവർക്ക് ഉണ്ടാക്കി കൊടുക്കണേ, അവർക്ക് വിജയം നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് ഈ ഒരു സുദിനത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ശവ്വാലിന്റെ 6 നോമ്പ് ഒരിക്കലും മറക്കരുത്. ശവ്വാലിന്റെ 6 നോമ്പ് മറന്നുകൊണ്ടാകരുത് ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമളാന വഅത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ ഫകഅന്നമാ സാമ അദ്ദഹർ. ആരെങ്കിലും റമളാൻ മാസം പൂർണ്ണമായി നോമ്പെടുക്കുകയും ശേഷം ആ ശവ്വാലിൽ 6 ദിവസം കൂടി നോമ്പെടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം മുഴുവൻ നോമ്പെടുത്തതിന്റെ പ്രതിഫലമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, ആ ഒരു വർഷം മുഴുവൻ നോമ്പെടുത്ത പ്രതിഫലം നേടണോ, ശവ്വാലിൽ 6 ദിവസം നമ്മൾ നോമ്പെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ആ നന്മകളിൽ തുടർത്താൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം ഈദ് മുസല്ലയിൽ പ്രത്യേകമായ സുന്നത്താണ് സ്വതക്കകൾ നൽകുക എന്നത്.
നിങ്ങളുടെ അടുക്കൽ ഒരുപക്ഷെ ബക്കറ്റുകൾ വരും. ആ ബക്കറ്റുകളിലേക്ക് നിങ്ങൾക്ക് കഴിയുന്ന സ്വതക്കകൾ നിങ്ങൾ ഇട്ടുകൊണ്ടായിരിക്കണം ഈദ് മുസല്ലയിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവുമായി കൊണ്ട് ഒരു ഷോളും പിടിച്ച് ആളുകൾക്കിടയിൽ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുമായിരുന്നു. ഖുതുബ കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്കിടയിൽ ഇറങ്ങിത്തിരിക്കും. എന്നിട്ട് അവരുടെ സ്വതക്കകൾ വാങ്ങും. ഇത് ഈദ് മുസല്ലയിലെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. അതുകൊണ്ട് ഇതിന് മറ്റു ചിലവുകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്വതക്കകൾ ഈ ഒരു സംരംഭത്തിന് വേണ്ടി നൽകണം. കൂടുതൽ വന്നു കഴിഞ്ഞാൽ ദഅവ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ആരുടെയും പോക്കറ്റിലേക്കല്ല ഇതിന്റെ സമ്പത്തുകൾ പോകുന്നത്. സ്വതക്കകൾ നിങ്ങൾക്ക് വിശ്വസിച്ച് ഈ ഒരു സന്ദർഭത്തിന്റെ ഈ ഒരു സംഘാടകർക്ക് വേണ്ടി നൽകുക. ഇത് ദഅവ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഫണ്ടായി നിങ്ങൾക്ക് വിശ്വസിക്കാം എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. 10ാമത്തത് അവസാനിപ്പിക്കുമ്പോൾ ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ വന്നത് ഒരു വഴിയിലായിരിക്കാം, തിരിച്ചു മടങ്ങുന്നത് മറ്റൊരു വഴിയിലൂടെ തക്ബീർ ധ്വനികളുമായി കൊണ്ട് മടങ്ങണം. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതൊരു സുന്നത്തായി പഠിപ്പിച്ചു. തക്ബീറിന്റെ ധ്വനികൾ നമ്മൾ പോകുന്ന വഴികളിലെല്ലാം മുഴക്കി ആളുകളെ ഈ ഒരു ഈദിന്റെ സുദിനത്തിന്റെ ആ ഒരു സന്തോഷത്തെ അറിയിച്ചുകൊണ്ട് തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ട് പോകുമ്പോൾ മറ്റൊരു വഴി സ്വീകരിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞ ഈ 10ഓളം കാര്യങ്ങൾ ഏറെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോകേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഈ സൗണ്ട് സിസ്റ്റം ഇതൊരു വ്യക്തി തന്നതാണ്. ഇത് ദഅവ മേഖലയിൽ ഇന്ന് ഉപയോഗിക്കുന്നു. ഈ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ ഇതിന്റെ പ്രതിഫലമെല്ലാം ഇതിൽ ആരെങ്കിലും ഒരാൾ നന്മ ഇനിയുള്ള തുടർന്നുള്ള ജീവിതത്തിൽ തുടർത്തിക്കൊണ്ടുപോയാൽ അതിന്റെ എല്ലാം നന്മ ഈ സൗണ്ട് സിസ്റ്റം തന്ന വ്യക്തിക്ക് ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ സംഘാടകർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവേ, നീ അദ്ദേഹം നൽകിയ സ്വതക്കയും ഇതിനു വേണ്ടി ചിലവഴിച്ച അധ്വാനവും എല്ലാം അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ. നമ്മൾ റമളാനിന്റെ ഒരു മാസക്കാലം അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി, തൃപ്തിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ കരുണയ്ക്ക് വേണ്ടി, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനത്തിന് വേണ്ടി, അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്തിന് വേണ്ടി നോമ്പനുഷ്ഠിച്ചവരാണ് റബ്ബേ. രാത്രി നിസ്കരിച്ചവരാണ് റബ്ബേ. അല്ലാഹുവേ, നീ ഞങ്ങളിൽ നിന്ന് എല്ലാ കർമ്മങ്ങളും സ്വാലിഹായ സൽക്കർമ്മങ്ങളായി സ്വീകരിക്കണേ റബ്ബേ. ഈ തക്ബീർ ധ്വനികളുടെ ആശയവും അർത്ഥവും അറിഞ്ഞുകൊണ്ടുള്ള ജീവിതം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അല്ലാഹുവേ നീ പുറത്തു നൽകണേ റബ്ബേ. നമ്മുടെ കർമ്മങ്ങളെല്ലാം നീ സ്വീകരിക്കണേ നാഥ. നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വാലിഹായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഉതകുന്ന സൽക്കർമ്മമായി നീ സ്വീകരിക്കണേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. تقبل الله منا ومنكم. عيدكم مبارك. السلام عليكم ورحمة الله وبركاته.